അങ്ങനെ രാവിലെ എല്ലാവരും ഏകദേശം 7 മണിയൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ താഴെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിന് ഞങ്ങളെല്ലാവരും വടയും സാമ്പാറും ചട്നിയും കൊണ്ടെടുത്തു. അപ്പോൾ ഇവിടെ വട ഉണ്ടായിരുന്നു, സേമിയ റൈസ് ഉണ്ടായിരുന്നു, പൊങ്കൽ ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മധുരത്തിൻ്റെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഗീ റോസ്റ്റും ചുടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗീ റോസ്റ്റും കൂടെ വാങ്ങിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. കാരണം ഇവിടെ 9 മണിക്ക് ഞങ്ങൾക്ക് മലയാളം കുർബാന ഉണ്ടായിരുന്നു. അപ്പം കുർബാനയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ കയറിപ്പോയി റെഡിയായിട്ട് ഞങ്ങൾ കുർബാനയ്ക്കായിട്ട് പോയി. അപ്പം കുർബാന 9 മണി തൊട്ട് 10 മണി വരെ ആയിരുന്നു. ഇന്ന് കാഴ്ചവെപ്പും ഉണ്ടായിരുന്നു. അപ്പം 1 മണിക്കൂർ കുർബാനയായിരുന്നു. അങ്ങനെ കുർബാന സ്വീകരണം കുർബാനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഫ്രാൻസിസ് സേവിയർ കവലക്കൽ അച്ഛനെ കണ്ടു. ആ അച്ഛൻ സുൽത്താൻപേട്ടയിൽ ഇരുന്നൊരു അച്ഛനായിരുന്നു, പാലക്കാട് സുൽത്താൻപേട്ടയിൽ ഇരുന്നൊരു അച്ഛനായിരുന്നു. ഇപ്പോൾ വേളാങ്കണ്ണിയിൽ അച്ഛൻ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആരാധനപ്പള്ളിയിൽ പോയി. ആരാധനപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടക്കുമായിരുന്നു. നല്ല പൊരിഞ്ഞു വീരായിരുന്നു. ഇനി നടക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ലെന്ന് കണ്ടതോടെ ചാച്ചൻ ഞങ്ങൾക്ക് ഒരു ഓട്ടോ പിടിച്ചായിരുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ മാങ്ങ മുളകിലിട്ടതും കൂടെ വാങ്ങിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ടാറ്റാ.